ഇന്നലെ 6 മണിക്ക് നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം 24 മണിക്കൂർ ഒരു ലോങ് ജേണി കഴിഞ്ഞിട്ട് ദേ വന്ന് എത്തി നിൽക്കുന്നത് ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കണ്ട് നടക്കാൻ പോകുന്നത്. ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിലും ഇതേ വേലി കെട്ടിയിട്ടുണ്ട്. ഈ വേലിയുടെ അപ്പുറത്ത് നിറച്ച് കുരങ്ങന്മാരും ഒക്കെ ചാടി കളിക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നമ്മൾ നടന്ന് മാത്രം പോകാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ കാട്ടിൻ്റെ ഉള്ളിലൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം തേടി നടക്കാൻ പോവാണ്. പതുക്കെ വെളിച്ചം വീശി തുടങ്ങി സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 6:15 ആകുമ്പോഴേക്കും തന്നെ ഇവിടെ നല്ല രീതിയിൽ വെളിച്ചം വീശിയിട്ടുണ്ട്. നല്ലൊരു ഉയരത്തിലുള്ള പ്രദേശമാണ്. 5000-ലധികം മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ഗ്രാമമാണിത്. പക്ഷെ ഇവിടെ ഒരാൾക്ക് പോലും സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഉണ്ടാവില്ല. കാരണം നല്ല ഉയരത്തിലാണ്. 800 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള ഒരു കുന്നിൻ പ്രദേശമാണ്. മഹാരാഷ്ട്രയിലെ പൂനെയുടെ അടുത്ത്, പൂനെയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ, പൻവേലിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ, മാതേരൻ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇത് പുരാതനമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങളില്ല, പെട്രോൾ പമ്പില്ല, പെട്രോൾ അടിച്ചു ഓടുന്ന വണ്ടികളില്ല. ഇവിടെ രാവിലെ 6 മണിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സൂര്യനൊക്കെ ഉദിച്ച് മെല്ലെ വെളിച്ചം വീണുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധവായു, അതാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുരങ്ങന്മാരൊക്കെ നമ്മളെ നാട്ടിൽ പൂച്ചക്കുട്ടികൾ നടക്കുന്ന പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടക്കുന്ന വഴിയിൽ ചുറ്റിലും കാടായതുകൊണ്ട് തന്നെ ആ കാട്ടിലൊക്കെ നിറച്ച് കുരങ്ങന്മാരാണ്. ഒക്കെ പാവങ്ങളാണ്, ഒന്നും ഉപദ്രവിക്കുകയോ നമ്മളെ ശല്യം ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ മാതരനിലെ സൺറൈസ് കാണാൻ വേണ്ടി വന്ന് എത്തിയിട്ടുണ്ട്. നല്ലൊരു തിരക്കുള്ള വ്യൂ പോയിന്റ് ആട്ടോ അത്. സാധാരണ സ്ഥലങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണാൻ ഉണ്ടാവുക എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. പക്ഷെ മാതേരനിൽ ഇവിടെ എന്തൊക്കെ ഇല്ല എന്നറിയാനാണ് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നത്. കാരണം ഒന്നാമത് പെട്രോൾ വണ്ടികളോ കാറോ ബൈക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഇവിടെ കറണ്ട് ഉണ്ടോ, ഇവിടെ വാഹനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കെട്ടിടങ്ങൾ, ഇവിടെ അത്യാവശ്യം കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇവർ എങ്ങനെ പണിതു, എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. 5000 ആൾക്കാർ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു നടത്തിപ്പ് എങ്ങനെയാണ് നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുമോ? കാറും ബസ്സൊന്നും ഇല്ലാതെ ആൾക്കാർ ജീവിക്കുന്നു എന്നുള്ളത് അത് ഒന്ന് കണ്ടറിയാൻ തന്നെയാണ് ഈ ഒരു യാത്രയിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം. ഇവിടെ വന്ന് ഇറങ്ങിയ മുതൽ ഒറ്റ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റമില്ലാത്ത നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ നടന്ന് വേണം പോകാൻ. വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയ പോലില്ല. കുറേ നേരമായി നടക്കുന്നു. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ഈ മുകളിലേക്ക് എത്താൻ. നല്ല മുകളിലാണ് ആൾക്കാർക്ക്, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ക്ഷീണമില്ല, നല്ല പ്യുവർ എയർ ആയതുകൊണ്ട് ഇതിലിങ്ങനെ എത്ര നടന്നു കഴിഞ്ഞാലും നാട്ടിൽ നടക്കണ പോലെയല്ല. ഇവിടെ അത്യാവശ്യം കയറ്റായിട്ട് പോലും നടക്കുമ്പോൾ കിതയ്ക്കുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് ഈ ഭാഗത്ത് കൂടെ നടക്കുമ്പോൾ അത് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. കിടിലൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നടക്കല്ലാതെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് തിരയുന്നുണ്ട്. നാട്ടിൽ കൂടെ നടക്കുമ്പോൾ നിറച്ച് വാഹനങ്ങളുടെ ഹോണടി ശബ്ദം, ഒരുപാട് ബഹളം. ഇവിടെ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലെ കിളികളുടെ ശബ്ദം, പിന്നെ കുരങ്ങന്മാരിടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്, അതിൻ്റെ ഒരൊച്ച, പിന്നെ മൊത്തത്തിലൊരു സൈലൻസ്. ഈ ഒരു സൈലൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ മാതേരനിൽ തന്നെ വരണം. നമ്മളിതേ നടന്നു പോകുമ്പോൾ ഒരു സംഗതി കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായ, ഇതൊരു റെയിൽവേ ട്രാക്കാണ്. നമ്മളുടെ മാതേരനിൽ കൂടെ നടക്കുന്ന സമയത്ത് വഴിയുടെ ഇടയിലൂടെ പോകുന്ന ഒരു റെയിൽവേ ട്രാക്ക്. വളരെ ചെറുതാട്ടോ, നാനോ ഗേജ് എന്നൊക്കെ പറയാവുന്ന ഒരു 1 മീറ്റർ തികച്ചില്ല, ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെയിൽവേ ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ ഇടയിൽ കൂടെയൊക്കെ ആൾക്കാർക്ക് നടക്കാൻ നല്ല കളിമണ്ണിൻ്റെ ടൈലൊക്കെ ഇട്ടിട്ടുള്ള പാത്വേ ഉണ്ട്. അതിലൂടെ അതേ കുതിര പോകുന്നുണ്ട്. കുതിരയാണ് ഇവിടെ മെയിൻ എന്ന് മനസ്സിലായി. എല്ലാവരും കുതിരപ്പുറത്താണ്. കുതിരയിലും മുകളിൽ വേണം ഇവിടെ സഞ്ചരിച്ച് നമുക്ക് എത്തേണ്ട സ്ഥലത്തൊക്കെ എത്താൻ. താഴത്തുനിന്ന് ഇങ്ങോട്ട് നടന്ന് വരിക തന്നെയാണ് ചെയ്യുന്ന ആൾക്കാർ കൂലിക്ക് ആളെ വിളിച്ചിട്ട് ബാഗൊക്കെ പെട്ടി തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ആൾക്കാർ നടത്തുന്നത്. എന്ത് രസകരമായ കാഴ്ചയാണ്. ആൾക്കാരൊക്കെ ഇതേ നടന്നു പോകുന്നു. റെയിൽവേ ട്രാക്കിൻ്റെ 2 സൈഡിൽ കൂടെ മാതേരനിലേക്ക് കാണാൻ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശില്ലായിട്ടൊന്നുമല്ല കേട്ടോ. ഇവർ ഈ വഴിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ വേറൊരു അവസരം നമ്മളെ നാട്ടിലാണെങ്കിൽ പറ്റില്ലല്ലോ.
നമ്മളെ ഓട്ടോ വിളിച്ചല്ലേ പോവാ എല്ലാ സ്ഥലത്തേക്കും. നല്ല പഴക്കം തോന്നുന്ന വിൻറ്റേജ് ലുക്കാട്ടോ ഇവിടെ മൊത്തത്തിൽ. കെട്ടിടങ്ങൾക്കൊക്കെ ഒരുപാട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ വലിയ കോൺക്രീറ്റ് ഒന്നും കാണുന്നില്ല, കാരണം താഴേന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. മൊത്തത്തിൽ ഷീറ്റാണ് റൂഫൊക്കെ. നല്ല ഭംഗിയിൽ പണിതുണ്ട്. സന്തോഷ് ജോർജ് അങ്ങനെയൊക്കെ പറയുന്ന മാതിരത്തിലുള്ള ഒരു എസ്തെറ്റിക് ബ്യൂട്ടി മൊത്തത്തിൽ ഇവിടുത്തെ ആ ഒരു സ്ട്രക്ചറിലൊക്കെ കാണാം. എന്തായാലും ഇതൊക്കെ റിസോർട്ടുകളാട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഒക്കെ ഒരുപാട് ടൂറിസം ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ല രീതിയിൽ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും പ്രത്യേകതകളാണ്. മൊത്തത്തിലൊരു വേറെ കളർ ടോണാണ്. രാവിലെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഗോൾഡൻ ഷെയ്ഡ്, ആ വേരുകളൊക്കെ എനിക്ക് പെയിൻ്റ് അടിച്ച മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നമ്മൾ നാട്ടിൽ കാണാൻ പറ്റില്ല. ഇത് ആ വെള്ളം ഒഴുകി പോയതിൻ്റെ ഭാഗമായിട്ട് ആ വേരൊക്കെ ആകാശത്താണ് നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ മരപ്പം ഇങ്ങോട്ട് വീഴും എന്നുള്ള ഒരു നിലയിലാണുള്ളത്. ഇതാണ് ആ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടായിരിക്കും. ഈ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ വഴിയാണ് നമുക്ക് നടക്കാനുള്ളത്. ധാരാളം കുരങ്ങന്മാരുണ്ട്. ഇവർ വളരെ ഫ്രണ്ട്ലിയാണ്. ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് നല്ലൊരു ഇണക്കത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്ക് ധാരാളം ഭക്ഷണം ടൂറിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ കഴിക്കുന്നതെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് ഈ കുരങ്ങന്മാരൊക്കെ. നമ്മളെ നാട്ടിൽ കുരങ്ങന്മാർ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഒരു ആക്രമണം കാണിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ ഒരു ഒട്ടും എന്താ പറയുക, ഒരു ഉപദ്രവം അല്ലെങ്കിൽ അങ്ങനെ അവരെ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഇണങ്ങി നിൽക്കുന്നുണ്ട്. താഴെ നിന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുക, എന്നിട്ട് അതിലൂടെ ടൂറിസ്റ്റുകളെയും ഗ്രാമവാസികളെയും എത്തിക്കുക. ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഈ കെട്ടിടങ്ങളും ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ആവശ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ റെയിൽവേ ട്രാക്കിലൂടെ വന്നിട്ടാണ് സജ്ജീകരിച്ചതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇതെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാണിത് പണിതെന്നുള്ളത്. ബ്രിട്ടീഷുകാരായിരിക്കുമോ സംശയമുണ്ട്. പക്ഷേ ഇത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് തോന്നുന്നത്. അധികം പഴക്കമൊന്നുമില്ല. എന്തായാലും ഒന്ന് അന്വേഷിക്കണം. ഇതിൻ്റെ മുതലാളിനെ ഒന്ന് കണ്ടുപിടിക്കണം. ഇന്ത്യൻ റെയിൽവേ ആണോ അല്ലെങ്കിൽ ഇത് വേറെ പഴയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണോ എന്ന് ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നടന്ന് അവസാനം നമ്മൾ ആ റെയിൽവേ ട്രാക്കിൻ്റെ അറ്റത്ത് എത്തിയിട്ടോ. ഇവിടെ നമുക്ക് മാതേരൻ റെയിൽവേ സ്റ്റേഷൻ കാണാം. നല്ല രസമുള്ള പട്ടിക്കുട്ടികൾ. അയ്യോ ഇത് നോക്കിയേ, ഇവിടെ ഒരു സിംഹത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ ലവ് മാതേരൻ. അയ്യോ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇത്. പാഴ്വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ സിംഹമാണ്. സിംഹത്തിന് വല്ലാത്ത നോട്ടം. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും മുന്നിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റീം എഞ്ചിൻ്റെ മാതൃകയല്ല, പണ്ട് കാലത്ത് ഉപയോഗിച്ച ഒറിജിനൽ സ്റ്റീം എഞ്ചിൻ തന്നെയാണ് ഈ കാണുന്നത്. ഏകദേശം അതേപോലത്തെ ഒരു ടോയ് ട്രെയിൻ എന്നൊക്കെ വിളിക്കാവുന്ന ട്രെയിനാണ് നമുക്കിവിടെ മാതേരനിൽ കാണുന്നത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു ആൻറ്റിക് ലുക്കാണ്. ഒരു പഴയ കെട്ടിടമാണ്. അതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ. ഇതേ മാതേരൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ താഴേക്ക് ഈ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിനിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. ഈ ട്രെയിൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരാൾ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ഇത് എത്തുക എന്നാണ് മനസ്സിലായിട്ടുള്ളത്. നേരാളിൽ നിന്നുള്ള ഒരു പേരാണ് ഈ ട്രാക്ക് ഈ എഞ്ചിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേരാൾ ടു മാതേരൻ ആണ് ഈ റെയിൽവേ ട്രാക്ക്. എന്തായാലും നൂറ്റാണ്ട് പഴക്കമുള്ളൊരു റെയിൽവേ ട്രാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷം ഈ ട്രാക്കിൽ കൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരുടെ സ്വന്തം സംഭാവന കേട്ടോ. മാതേരൻകാരനായിട്ടുള്ള ഒരാളാണ് ഈ റെയിൽവേ സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ റെയിൽവേ സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ടൂറിസവും ഒക്കെ ഡെവലപ്പായത്. ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാണ്. ഇപ്പോൾ ചെറിയ ട്രെയിനാണ്, കുറച്ച് ട്രാക്ക്, കുറച്ച് ബോഗികളും മാത്രമേ ഉള്ളൂ. ഈ ബോഗികളിൽ നമുക്കും ഒരു സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 77 വർഷം മാതേരനിലെ ട്രാക്കിലൂടെ ഓടി നടന്ന പുലിയാണ്, പഴയ പുലിയാണ്. ഇതേ ഇടയിൽ സൈഡായി കിടക്കുന്നത്. ഇതാ ഇപ്പം നമുക്ക് വലതുവശത്ത് പുതിയ എൻജിൻ കാണാം. ഇത് ഡീസൽ എൻജിനാണ്. ഇതാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ 2 എൻജിനുകളാണ് നമുക്ക് മാതേരനിൽ നമുക്ക് കാണാനുള്ളത് ട്രെയിനിൽ. അത് ഒന്ന് മുന്നിലും അതൊന്ന് പിറകിലും എന്നുള്ള രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ 8:30ക്കാണ് ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പോയി കഴിഞ്ഞാൽ താഴെ വരെ പോവാം. അതെന്തായാലും ഇന്ന് ഞാൻ ഈ ട്രെയിനിൽ കയറുന്നില്ല, കാരണം ഇന്നിവിടെ മാതേരനുള്ള കാഴ്ചകളൊക്കെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരിച്ച് പോകുമ്പോൾ ഈ ട്രെയിനിൽ കയറാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഈ ട്രെയിനിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.